ഹലോ വെൽക്കം ടു ലെഗ് അഗെയിൻ. ഇല്ല, ഇന്ന് ഞാനും ഡോബി കൂടെ ഉണ്ടല്ലോ കേക്ക് മിക്സിങ്ങിന് വന്നേക്കുവാണ് കേട്ടോ. കേക്ക് മിക്സിങ് കണ്ടിട്ടുണ്ടോ? ക്രിസ്മസിന് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈനിടലും. കാരണം ഈ 41 ഡേയ്സിൻ്റെ വൈനൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ നേരത്തെ ഇടുമല്ലോ. അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മളുടെ കേക്ക് മിക്സിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിൻ്റെ അവസരം കിട്ടിയേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വടതയിലുള്ള ആപ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുണ്ട്, ആർച്ച് ബിഷപ്പ് പട്ടിപ്പേറ്റി പബ്ലിക് സ്കൂൾ. നമ്മൾ നേരത്തെ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ സ്കൂളിൻ്റെ. അപ്പോൾ ഷിബു വെച്ച് നമ്മളെ വിളിച്ചിട്ട് കേക്ക് മിക്സിംഗ് എന്നുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങളും വരുന്നോന്ന് ചോദിച്ച് നമ്മളെ ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ വന്നേക്കാട് കേക്ക് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. വായോ. 9:30 ആകുമ്പോഴത്തേക്കും കേക്ക് മിക്സിങ് ചെയ്യാമെന്നുള്ളതായിരുന്നു അച്ഛൻ്റെ പരിപാടി, പ്ലാനിങ് കേട്ടോ. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോപ്പുംപടിയിൽ ഒരു പാലം അടച്ചിട്ടേക്കുമായിരുന്നേ. അവിടുത്തെ നമ്മുടെ പഴയ ആ ഒരു ഹാർബർ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അത് അടച്ചിട്ട് അവിടെ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കും. അപ്പോൾ അതറിയാതെ പോയതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഇതുകൊണ്ട് പിള്ളേരൊക്കെ ഇങ്ങനെ ചുറ്റും കൂടി അങ്ങനെ നിൽക്കുവാണെങ്കിൽ ഒരു ടേബിളിൽ ഒരു നല്ലൊരു ക്ലോത്തൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മീതെയായിട്ടാണ് ഇങ്ങനെ ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ് കേട്ടോ, ഡേറ്റ്സും കാഷ്യൂസും ട്യൂട്ടി ഫ്രൂട്ടിയും അതുപോലെ ഫിഗും പിന്നെയും കുറേ ഫ്രൂട്ട്സിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ പേരൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരെയൊക്കെ അങ്ങ് അസംബ്ലി ആയിട്ട് നിൽക്കുന്ന, അവർ അസംബ്ലി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് അങ്ങ് ഇറക്കി നിർത്തി. പിന്നെ ടീച്ചേഴ്സും പേരൻസും ഒക്കെ കൂടെ അതിൻ്റെ ചുറ്റുമായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ എനിക്കും കിട്ടിയ ഒരു ഗ്ലൗസ്, എനിക്ക് 2 ഗ്ലൗസ് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്നാലേ നമുക്ക് 2 കൈ വിട്ട് അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് മറിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് ആദ്യം ഒരു ഗ്ലൗസേ കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ ഞാനുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു. അങ്ങനെ പ്രിൻസിപ്പൾ വന്നിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അനൗൺസ് ചെയ്തു. കുട്ടികളെ ഒന്ന് ഒച്ച ഉണ്ടാക്കാതെ നിർത്താനൊക്കെ ആദ്യം അവർ കുറേ പാടുപെട്ടു കേട്ടോ. നടന്നില്ല. നമ്മുടെ കുട്ടികളല്ലേ, അവരാണെങ്കിൽ അല്ലെങ്കിലേ ബഹളായിരിക്കും. പിന്നെ സന്തോഷം കൂടി ആകുമ്പോൾ പിന്നെ പറയാൻ വേണ്ടല്ലോ. പിന്നെ അതിന് ശേഷം അച്ഛൻ എന്താണ് കേക്ക് മിക്സിങ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് വിവരിച്ചു. അവരുടെ ഓരോ ക്ലാസ്സിലെയും ലീഡേഴ്സിന് ക്യാപ്പും ക്രിസ്മസിൻ്റെ ഒരു തൊപ്പിയൊക്കെ കൊടുത്ത് അങ്ങ് നിർത്തി. നല്ലൊരു മൂഡായിരുന്നു. ശരിക്കും ക്രിസ്മസ് വന്നത് അങ്ങോട്ട് ഫീൽ ചെയ്തു ആ ഒരു സമയത്ത് കേട്ടോ. എന്നിട്ട് അത് അച്ഛനും നമ്മുടെ ആ സ്കൂളിലെ ഓരോ ക്ലാസ്സിലെയും ലീഡേഴ്സും കൂടെ ആ മിക്സിങ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് എല്ലാ കുട്ടികളെയും കൂടെ മിക്സിങ്ങിന് അവരങ്ങനെ കൈയിട്ട് വാരാനായിട്ട് സമ്മതിക്കാൻ പറ്റില്ലല്ലോ. അത് സ്കൂളാകുമ്പോൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാകുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് അത്ര സ്ഥലവും നോർമലി നമ്മൾ കേക്ക് മിക്സിങ്ങിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള പാത്രങ്ങളും അവിടെ ഇല്ല. എങ്കിലും കുട്ടികൾക്ക് ഇതൊരു അനുഭവമാക്കുക, ഒരു സന്തോഷമാകുക, അതൊക്കെയായിരുന്നു അച്ഛൻ്റെ ഉദ്ദേശം. അത് ശരിക്കും വിജയിച്ചു കേട്ടോ. അവിടെ വന്ന പേരൻസും ആ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് കുഴച്ചു. എൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ നേരത്തെ ചാവറയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എല്ലാ കൊല്ലം ഗ്രാൻഡായിട്ടാണ് ഈ ഒരു കേക്ക് മിക്സിങ് സെറിമണി നടത്തുന്നത്. പക്ഷെ ഒരിക്കൽ പോലും എനിക്കതൊന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് ആ കേക്ക് മിക്സിങ് കാണുന്നതും അതിനകത്ത് അറ്റൻഡ് ചെയ്യുന്നതും. ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ ഒന്ന് എവിടെയെങ്കിലും കേക്ക് മിക്സിങ് സെറിമണിയൊക്കെ നടക്കുമ്പോൾ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെങ്കിലെന്ന്. അത് ഇത്തവണ സാധിച്ചു കേട്ടോ. അതിന് ഷിബു അച്ഛനോട് ഭയങ്കര താങ്ക്സ്. അത്രയ്ക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പേരൻസും അച്ഛനൊക്കെ കൂടെ ഒരു മിക്സിങ് കഴിഞ്ഞ ശേഷം പിന്നെ ടീച്ചേഴ്സ് വന്നു. അങ്ങനെ അവരും അതിനകത്തിട്ട് മിക്സ് ചെയ്തു. എല്ലാവർക്കും എന്തൊരു സന്തോഷമായിരുന്നു അതിനകത്തിട്ട് കൈയിട്ടിങ്ങനെ കുഴക്കാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ കുറേ നേരം, അതിന് ശേഷം ഞാനൊരു ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് വേറെ ഗ്ലൗസ് വാങ്ങിച്ചു. അങ്ങനെ 2 കയ്യിലും ഗ്ലൗസ് ഇട്ടിട്ട് ഞാൻ പിന്നെ കുറേ നേരം മിക്സ് ചെയ്തിട്ടോ. ശരിക്കും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 17th സെഞ്ച്വറിയിലാണ്. ബ്രിട്ടനിലും യൂറോപ്പിലും അതുപോലെ അമേരിക്കയിലും ഒക്കെ ഇങ്ങനെ ഒരു കേക്ക് മിക്സിങ് തുടങ്ങിയത് അങ്ങ് സ്പ്രെഡ് ചെയ്തെന്നാണ് കേട്ടേക്കുന്നത്. നമ്മളുടെ ഇവിടെ അങ്ങനെ അത്ര വ്യാപകമായിട്ട് അങ്ങനെ എല്ലാവരും ഇതൊരു ആഘോഷമാക്കാറില്ല. ഈ പിള്ളേർ നമ്മളുടെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടത്തി ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണിക്കുകയാണ്. ചിലർക്ക് ഭയങ്കര ഒരു എക്സ്പ്രഷനൊക്കെ കാണായിരുന്നു, കുഞ്ഞു പിള്ളേർക്ക് കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഇതൊക്കെ കണ്ടിട്ട് അവർക്കിത് കഴിക്കാൻ വേണമെന്നൊരു ആഗ്രഹം ഇല്ലേ എന്ന് എനിക്ക് പല പ്രാവശ്യം തോന്നി. ചിലവർ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിന്നെയും വേറെ ഗ്ലൗസ് മേടിച്ചിട്ട് വന്നിട്ട് ഞാൻ അതിനകത്തിട്ട് ശരിക്കും നന്നായിട്ട് അത് ഇങ്ങനെ മിക്സിങ് ഞാൻ ശരിക്കും അങ്ങ് ആസ്വദിച്ചു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് നോർമലി ഇതിനകത്ത് ഇത് മാത്രമല്ല ചെയ്യുന്നത്. നമുക്കതാ ഞാൻ പറഞ്ഞ ഇവിടെ സൗകര്യം ഇല്ലായിരുന്നു. ഇതിൻ്റെ അകത്തേക്ക് വൈൻ, ഫ്രൂട്ട് ജ്യൂസസ്, അതുപോലെ ആൽക്കഹോൾ എല്ലാം ചേർത്തിട്ടാണ് കേട്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നത്. സാധാരണ സ്പൈസസ് ഇടും. അപ്പോൾ ഒരു ഭയങ്കര സ്മെല്ലാണ്. ഇതെനിക്ക് അറിയാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വേറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അതെല്ലാം വരുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു സ്മെല്ലാണെന്നും എല്ലാം ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അങ്ങനെ അതിനുള്ളൊരു വെസൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അത് സാധിക്കാതിരുന്നത്. എന്നാലും അച്ഛനത് ഇനീഷ്യേറ്റീവ് എടുത്തത് ഭയങ്കര ഒരു സന്തോഷം തോന്നി. അവിടുത്തെ പേരൻസ്
പേരൻസും ഒക്കെ അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വരും വർഷങ്ങളിൽ അത് അച്ഛൻ ഗംഭീരമാക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. അത്രയും പല പല കാര്യങ്ങളും ഓരോ വർഷം അച്ഛൻ ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാറുണ്ടെന്ന് പേരൻസ് പറഞ്ഞു കേട്ടോ. ആ പേരൻസും ഒക്കെ വന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോസ് ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ്. അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫാദർ ഇതുപോലെ ഓരോന്നൊക്കെ കണ്ടുപിടിച്ച് ഇതിലൊക്കെ ഞങ്ങൾ വന്നിട്ട് ഇതിലേക്ക് പേരൻസിന് പണ്ട് ചെണ്ടയായിരുന്നു. പിന്നെ ഇതേപോലെ അങ്ങനെ പല പല വെറൈറ്റി പുറത്തുള്ളത് അന്ന് കണ്ടുപിടിച്ച് ഇവിടെ ഞങ്ങളെ ഇൻക്ലൂഡിങ് ആക്കി ഞങ്ങളെ ഹാപ്പിയാക്കി ടീച്ചേഴ്സ്മാരെ പേരൻസിനെ. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം അല്ലേ? ക്രിസ്മസ് സന്തോഷമാണ്. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. നമ്മളെ ആപ്സിന്റെ വീഡിയോ എല്ലാവരുടെ സന്തോഷമല്ലേ? അതുമില്ല, ഇങ്ങനെ പറയണ കേട്ടിട്ടുള്ളൂ കേക്ക് മിക്സിംഗ് സെറിമണി ലൈവായിട്ട് കാണാൻ. ഞാനും കുറേ നാളായിട്ട് ആഗ്രഹിക്കണേ. ശരിക്കും ഒരു മാനിഫെസ്റ്റിംഗ് മൊമെന്റാണെന്ന് പറയട്ടെ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു കേക്ക് മിക്സിങ്ങിന്. നടന്നിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് പറ്റിയത്. അടിപൊളി. ഇങ്ങനെ മിക്സ് ചെയ്തല്ലോ. എന്തൊക്കെ സാധനങ്ങളുണ്ടായി മിക്സ് ചെയ്തേക്കണേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൈസിൻസ് ഉണ്ട്, കാഷ്നട്ട്സ് ഉണ്ട്, ടൂട്ടി ഫ്രൂട്ടി ഫ്ലവേഴ്സ് ഉണ്ട്, ആപ്രിക്കോട്ട് ഉണ്ട്, ജിഞ്ചർ ടീ, ഓറഞ്ച് ടീ, ഡേറ്റ്സ് ഉണ്ട്. ഒരുപാട് എല്ലാ നട്ട്സും കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ഇനിയും മിക്സിങ് വരുമല്ലോ. നമ്മൾ മറ്റേ വൈൻ ഒഴിക്കും, പിന്നെ തേനൊഴിക്കും അല്ലേ? തേനൊഴിക്കും അങ്ങനൊക്കെ. പക്ഷെ ഇവിടെ നമുക്ക് അതിനുള്ളൊരു സൗകര്യം ഇല്ല. പിന്നെ വേറെ ടേസ്റ്റിനൊക്കെ വേണം. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്രയും സാധനം മാത്രം ഇപ്പം മിക്സ് ചെയ്തു. നിങ്ങൾ കേക്ക് ആക്കുന്നിട്ട് നമ്മൾ അതൊക്കെ ആഡ് ചെയ്തു. ആപ്സിന്റെ കേക്ക് ഇറങ്ങുമോ? 10,000 രൂപയാണ് 1 കിലോ കേക്കിനെന്നൊക്കെ വെറുതെ പാരൻസിനെ പറഞ്ഞ് മേടിപ്പിക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു അച്ഛാ, താങ്ക് യു. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേ ഇതിന് പാത്രങ്ങളിലാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ചേച്ചിമാർ 2 പാത്രം കൊണ്ടുവന്നിട്ടോ. അപ്പോൾ ചേച്ചിമാർ ഗ്ലൗസ് എടുക്കാനായിട്ട് അപ്പുറത്തോട്ട് പോയ തക്കത്തിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ നിറച്ചു കേട്ടോ. പാത്രങ്ങളിലേക്കൊക്കെ വാരി നിറച്ചു. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പം ചേച്ചിമാർ പിന്നെ വേറെയും പാത്രം കൊണ്ടുവന്നിട്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റിയത്. ഇനി ഇവരിത് കേക്ക് ആക്കും. 50 കേക്കോളം ഉണ്ടാക്കുമെന്നാണ് അച്ഛൻ പറഞ്ഞു കേട്ടത്. എന്നിട്ട് കുട്ടികൾക്ക് അത് കൊടുക്കും. കേക്ക് മിക്സിംഗ് സൂപ്പർ ആയിരുന്നില്ലേ? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും ചെയ്യുന്നതും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സ്കൂളിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളേ. പിള്ളേരെ സ്കൂളിലൊക്കെ ഇതിനുള്ള വലിയ പാത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ ചെറുതായിട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം പിള്ളേർക്കൊക്കെ അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ ചെയ്യാം. കുറച്ചുപേരും കൂടി വേണം. അല്ലാണ്ട് 2-3 പേര് മാത്രം നിന്നിട്ട് കുഴക്കുന്നതിനേക്കാളും മിക്സ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് പേരും കൂടി. അങ്ങനെയാണ് പുറത്തൊക്കെ ചെയ്യുന്നത്. ഏറ്റവും അടുത്ത ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി സർക്കിൾ, അവിടെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേക്ക് മിക്സിംഗ് ഒക്കെ ചെയ്യുന്നതെന്നാണ് കേട്ടേക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിങ്ങനെ സ്കൂളിലൊക്കെ ചെയ്താലും നമ്മൾ കേക്ക് ഉണ്ടാക്കണമെന്നില്ല. വീട്ടിൽ ചെയ്താലും കേക്ക് ഉണ്ടാക്കണമെന്നില്ല. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ആ മിക്സ്ചർ ഉണ്ടല്ലോ, അത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാന്ന്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമെന്ന്. അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമല്ലേ അതൊക്കെ കഴിക്കാനായിട്ട്? പിന്നെ കഴിക്കാലോ. അപ്പൊ അത് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാം. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടേക്കുന്നതാണ്. എന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് കേക്ക് മിക്സിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും സൂപ്പർ. നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ? അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.